Hello my lovelies, welcome back to my channel. എൻ്റെ പേര് Abhina. മഴക്കാലമാണല്ലേ, എല്ലാവർക്കും കുറേ പ്രോബ്ലംസ് സ്കിന്നിൽ വരുന്നുണ്ടാവും. മഴക്കാലത്താണ് നമ്മളുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. മഴക്കാലത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ കൊണ്ടാണ്. സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള കുറേ ഇഷ്യൂസ് മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു മോൺസൂൺ സ്കിൻ കെയർ റൂട്ടീനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് റെയിനി സീസണിൽ ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. എൻ്റെ ഈ സ്കിൻ കെയർ റൂട്ടീനിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് സ്റ്റെപ്പാണ്. ക്ലെൻസിങ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിലുള്ള ഡസ്റ്റ്, എക്സസ് ഓയിൽ അല്ലെങ്കിൽ സ്വെറ്റ് റിമൂവ് ആവുന്നതാണ്. ഈ സ്റ്റെപ്പ് എന്തായാലും ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് എ ഡേ ചെയ്യുക, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട്സ് കിട്ടുകയുള്ളൂ. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിച്ച് തന്നെ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ായിട്ട് വരുന്നത് ടോണിങ് പ്രോസസ്സാണ്. ഒരു ടോണർ നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ടോണേഴ്സിനെ പറ്റിയിട്ടും ടോണിങ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഏത് സീസൺ ആയാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. മോയ്സ്ചറൈസിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെ തിരഞ്ഞെടുക്കുക. റൂട്ടീനിലെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഒരു സൺബ്ലോക്ക് ആണ്. സൺസ്ക്രീൻ എപ്പോഴും SPF 30 to 50 റേഞ്ചിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. സൺസ്ക്രീൻ റെയിനി സീസണിൽ എന്തായാലും അപ്ലൈ ചെയ്യുക. ബിക്കോസ് റെയിനി സീസണിൽ നമ്മളുടെ സൺ കംപ്ലീറ്റ്ലി പോകുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ പുറത്തേക്ക് പോകുക. സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡാബിംഗ് മോഷനിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഒരു റൂട്ടീനാണ് ഇത് എപ്പോഴും രാവിലെയും രാത്രിയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. രാത്രി പക്ഷേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു വീക്ക്ലി ബേസിസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്നല്ലേ, വീക്ക്ലി ബേസിസിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് സ്ക്രബിങ് സ്റ്റെപ്പാണ്. സ്ക്രബിങ് എപ്പോഴും വൺസ് ഓർ ട്വൈസ് എ വീക്കാണ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്ത് നമ്മളുടെ ഫേസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. റൂട്ടീനിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വേറെ ഒരു പ്രോസസ്സ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്.
ഫേസ് മാസ്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 1 വീക്ക് റൂട്ടീൻ കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളെല്ലാവരും റെയിനി സീസണിലുള്ള എൻ്റെ ഈ സ്കിൻ കെയർ റൂട്ടീൻ കണ്ടില്ലേ? സ്കിൻ കെയർ റൂട്ടീൻ എല്ലാവരും ചെയ്ത് സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ മോർ ഗ്ലോയി ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളുടെ സ്കിന്നിനെ ഔട്ട്സൈഡിൽ നിന്ന് മാത്രം നമ്മൾ മോയ്സ്ചറൈസോ ഹൈഡ്രേറ്റ് ചെയ്താൽ പോരാ. നമ്മളുടെ സ്കിന്നിനെ ഇൻസൈഡിൽ നിന്നും നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക. വാട്ടർ ഒരു നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് 1 to 2 liters ഓഫ് വാട്ടർ നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുന്നതാണെങ്കിൽ നമ്മളുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്തായാലും മറക്കാതെ വെള്ളം എപ്പോഴും കുടിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഷെയർ ചെയ്ത് നമ്മളുടെ ഈ ഫാമിലിയെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇനിയും കുറേ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. Until we meet next time, this is me Abhina signing off. Bye. Love you all.